ഹലോ എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെതാ നമ്മുടെ കിരണിനെ ഒക്കെ പറ്റിച്ചു. കിരണ് സ്വന്തമാക്കാനിരുന്ന ആ ഒരു കമ്പനി സ്വന്തമാക്കി എന്നുള്ള ആ ഒരു വിചാരത്തിലും അഹങ്കാരത്തിലും ഒക്കെ നമ്മുടെ വിക്രം അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. പോരാത്തതിനോ നമ്മുടെ വിക്രം കിരണിനെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവൻ വളരെയധികം സന്തോഷത്തിൽ നിൽക്കുമ്പോഴത്തേക്കിനും കാർത്തികയാണെങ്കിലോ നിന്റെ സന്തോഷത്തിനൊന്നും എന്തായാലും അധിക നാളത്തെ ആയുസ്സൊന്നും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ അച്ഛൻ്റെ കാര്യത്തിലൊക്കെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം. അങ്ങനെ ഇവൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പം, അല്ല കാർത്തിക ചേച്ചി, നമുക്ക് ആ കമ്പനിയിലേക്കൊന്ന് പോകണ്ടേ? നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണ്ടേ? നിനക്ക് ഭയങ്കര താല്പര്യം ഉണ്ടല്ലേ കമ്പനി ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും നീ വിഷമിക്കൊന്നും വേണ്ട, ഇപ്പൊ തന്നെ നിന്നെ കൊണ്ടുപോയേക്കാം. നീയാണല്ലോ ഇനി അത് നോക്കി നടത്തേണ്ടത്. അതെ ചേച്ചി, എനിക്ക് അത്തരത്തിലുള്ള ഒരു ഭാഗ്യം വന്നത് ചേച്ചി കാരണമാണ്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. ചേച്ചിയെ പോലെയുള്ള ഒരാളെ പരിചയപ്പെടാൻ വൈകിപ്പോയല്ലോ. അതെ, പിന്നെ ഉണ്ടല്ലോ, നമ്മൾ പോകുന്ന സമയത്ത് അച്ഛനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞാലോ? നീ വിളിച്ചു പറഞ്ഞോ എന്നുള്ള രീതിയിൽ കാർത്തിക സമ്മതം മൂളാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് കിരണിനെയാണ്. കിരണാണെങ്കിൽ കല്യാണിയെ വിളിച്ചിട്ട്, കല്യാണി, നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല കാർത്തിക. അവൾ ഇന്ന് കൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ലേലത്തിൽ പങ്കെടുത്തതിനെക്കാട്ടിലും കുറച്ചുകൂടെ തുക കയറ്റി പറഞ്ഞ് അവൾ ആ സ്ഥാപനം സ്വന്തമാക്കി. അല്ല, അതൊരു കൺസ്ട്രക്ഷൻ കമ്പനിയല്ലേ? അതിന് അങ്ങനെയുള്ള ആ ഒരു കമ്പനി എന്തിനാ ഇപ്പം കാർത്തിക വാങ്ങിക്കുന്നത്? കാർത്തിക ഫുഡ് പ്രോഡക്റ്റുകളൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അതെ, നമ്മൾ വിചാരിച്ച പോലെ അല്ല എന്ന് ഞാൻ നിന്നോട് ആദ്യം തന്നെ പറഞ്ഞില്ലേ. അവൾ ആള് ഭയങ്കരയാണ്. എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് അവളുടെ ഈ വരവിന് പിന്നിൽ. എന്തായാലും വിക്രത്തെയും നിന്റെ അച്ഛനെയും ഒക്കെ നല്ലതുപോലെ തന്നെ കാർത്തിക സഹായിക്കുന്നുണ്ടെന്നൊക്കെ കിരൺ നമ്മുടെ കല്യാണിയുടെ അടുത്ത് പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ കിരണേട്ടാ? അവൾ അങ്ങനെയൊക്കെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവൾ സ്വന്തമായിട്ട് അവളുടെ കുഴി തോണ്ടുന്നതാണെന്ന് തന്നെ നമ്മൾ വിചാരിക്കേണ്ടി വരും. എന്തായാലും ഇത്തവണ ഞാൻ അവൾക്ക് തക്കതായിട്ടുള്ള താക്കീത് കൊടുത്തിട്ടാണ് പോന്നിരിക്കുന്നത്. ഇനി എന്തായാലും അവൾ എന്നോടൊപ്പം നേർക്ക് നേർ നിന്നുള്ള ഒരു കളി അതിനി ഉണ്ടാവില്ല എന്നൊക്കെ കിരൺ കല്യാണിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് കല്യാണിയാണെങ്കിലോ താരാൻറ്റിയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. കിരണേട്ടാ, താരാൻറ്റിക്ക് ബോധം തെളിഞ്ഞോ? നിങ്ങൾ പോയി കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം, അത് ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നതും അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടാണ് പറഞ്ഞത്. ആൻറ്റിയുടെ ബ്രെയിനിന് സാരമായിട്ടുള്ള പരിക്കാ പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ആൻറ്റിക്ക് ഒരു കാര്യങ്ങളും ഓർത്തെടുക്കാൻ പറ്റില്ല. ആൻറ്റി ആരാണ് ഉപദ്രവിച്ചതെന്നും ഇനി ആരെങ്കിലും മനഃപൂർവ്വം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ആൻറ്റി ആക്കിയതാണോ എന്ന് പോലും നമുക്ക് ആൻറ്റിക്ക് ബോധം വന്നെങ്കിൽ മാത്രമേ മനസ്സിലാകുള്ളൂ. പിന്നെ ഞാൻ വേറെ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കല്യാണി. ആൻറ്റി കിടന്നിരുന്ന ആ ഒരു സ്ഥലത്തെ CCTV വിഷ്വൽസൊക്കെ അതൊക്കെ ഒന്ന് പരിശോധിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കല്ലേ ഈ ലേലവും അതുപോലെയുള്ള ഒരു പൊല്ലാപ്പുകളും ഒക്കെ വന്ന് പെട്ടത്. എന്തായാലും ഞാൻ അന്വേഷിച്ചിട്ട് നിന്നോട് കാര്യങ്ങളൊക്കെ പറയാം. നീ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്നും പറഞ്ഞ് കിരൺ നമ്മുടെ കല്യാണിയെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഇവർ തമ്മിൽ ഈ ചർച്ചയും കാര്യമൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ ബഗാസുരൻ വേറെ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാണ്. മറ്റൊന്നുമല്ല, കിരണും കല്യാണിയും തമ്മിൽ എങ്ങനെയും തമ്മി തെറ്റി പിരിയണം. ഇതിനു വേണ്ടിയിട്ട് ബഗാസുരൻ ഒരു പെണ്ണിനെ പോയി കാണുക. അപ്പം ബഗാസുരൻ പുറത്തേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ഇവനെ ചേസ് ചെയ്തിട്ട് നമ്മുടെ മനു ഇവന് പിന്നാലെ വരികയാണ്. അമ്മായിയച്ഛൻ്റെ അടുത്ത പ്ലാൻ എന്താണെന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ അവൻ പിന്നാലെ വരുന്നതൊന്നും നമ്മുടെ രാഹുൽ അറിയുന്നില്ല. രാഹുൽ വഴിയിൽ വെച്ച് അതീവ സുന്ദരിയായിട്ടുള്ള ഒരു യങ് ലേഡിയുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുക. അതെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ഈ ഒരു കാര്യം അങ്ങ് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും നമ്മുടെ മനു ആണെങ്കിൽ അപ്പുറം മാറി ഒരു കാറിലിരുന്നിട്ട് ഇവരെന്താ സംസാരിക്കുന്നത് എന്നൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാഹുലിനൊരു കോള് വരുന്നു. രാഹുൽ അവിടുന്ന് മാറി നിന്നിട്ട് ഏതോ ഒരു വ്യക്തിയോട് ഇങ്ങനെ സംസാരിക്കുക. അത് കഴിഞ്ഞ് രാഹുൽ തിരിച്ചു വന്നിട്ട്, അപ്പതേ ഞാൻ പറഞ്ഞ ഡീല് പറഞ്ഞതുപോലെ തന്നെ കിരണും കല്യാണിയും ഇനി രണ്ടായിരിക്കണം. കിരണിന്റെ ജീവിതത്തിൽ നിന്നും കല്യാണിയെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണമെന്നൊക്കെ പറഞ്ഞു. സാറ് പേടിക്കൊന്നും വേണ്ട. സാറ് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞ കാര്യം നല്ല വൃത്തിക്കും വെടിപ്പിനും ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റവും പറഞ്ഞിട്ട് അവൾ നമ്മുടെ രാഹുലിന് കൈ കൊടുക്കുകയാണ്. അപ്പം മനുവിന് ഈ നാട്ടിലുള്ള ഏകദേശം ആൾക്കാരും ഒക്കെ ആയിട്ട് നല്ല ടൈപ്പാണല്ലോ. പുള്ളിക്കാരനൊരു പക്ക ഫ്രോഡ് ആയതുകൊണ്ട് തന്നെ
നാട്ടിൽ നിൽക്കുന്ന ഇതുപോലെയൊക്കെ നടക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനുവിന് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ വന്നിരിക്കുന്നവൾ ഒരു ഗജ പോക്കിരിയാണ് എന്നുള്ള കാര്യം മനുവിന് മനസ്സിലായി. അങ്ങനെ മനു ഇങ്ങനെ ആലോചിക്കുക, ബഗാസുരൻ്റെ കൂട്ടുകെട്ടൊക്കെ പ്രശ്നത്തിലേക്കാണ്. ഭാര്യയാണെങ്കിലോ തൻ്റെ കാമുകിയെ തല്ലി അവശതയിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും താനും അടുത്ത പെറ്റി കേസുകളൊക്കെ ഉണ്ടാക്കിക്കോ, തൻ്റെ മകളെ ഉപേക്ഷിച്ച് പോകുന്നത് വരെ താനങ്ങ് അർമാദിച്ചോ എന്നുള്ള രീതിയിൽ ഇവനും ഇരുന്നങ്ങനെ ആലോചിക്കുക. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ആ കമ്പനി ഉണ്ടല്ലോ ലേലത്തിന് നമ്മുടെ കാർത്തിക പിടിച്ചത്, അങ്ങോട്ടേക്ക് പ്രകാശനും മകനും കാർത്തികയും കൂടിയൊക്കെ അങ്ങോട്ട് എത്തുകയാണ്. അപ്പോൾ പ്രകാശനാണെങ്കിലോ കമ്പനി കണ്ട പാടെ തന്നെ ശരിക്കും പറഞ്ഞാൽ അങ്ങ് ഞെട്ടിയിരിക്കുകയാണ്. ദൈവമേ, എൻ്റെ മോനേടാ, ഈ കമ്പനിയുടെ CEO ഇനി നീയാണല്ലേ? എനിക്ക് ആലോചിച്ചിട്ടാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്തായാലും അച്ഛൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നീ വിക്രമാദിത്യ രാജാവാണെന്ന്. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ മോനെ? അച്ഛൻ എന്തിനാണ് നിനക്ക് ഇത്തരത്തിലുള്ള ഒരു പേരിട്ടതെന്നൊക്കെ. എൻ്റെ മോൻ ഉയരങ്ങളിലേക്ക് എത്തണം. ഇപ്പം കല്യാണി ഇങ്ങനെ മുന്നേ കയറി പോകുന്ന കാര്യങ്ങൾ അത് നീ വേണം ഇനി അവളെ എടുത്ത് താഴെ ഇട്ടിട്ട് ആ പൊസിഷനിൽ കയറിയിരിക്കാൻ. അപ്പം നിന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കും. കാർത്തികയാണല്ലോ നിനക്ക് സപ്പോർട്ടായിട്ടുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രത്തിന് നല്ല രീതിയിൽ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിക്രം പറഞ്ഞു, അച്ഛൻ വിഷമിക്കുമൊന്നും വേണ്ട, കല്യാണിയെ എങ്ങനെ ഒതുക്കാമെന്നുള്ള കാര്യമൊക്കെ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവളങ്ങ് ഡൽഹിയിലൊക്കെ പോയി നടക്കുകയല്ലേ, അവൾ നാട്ടിലേക്ക് വരുമ്പം ഞാനുണ്ടല്ലോ ഈ കമ്പനിയിലങ്ങ് എൻ്റെ ഭരണം തുടങ്ങും. എടാ മോനെ, ഇതിപ്പോൾ ഒരുപാട് കോടി മുടക്കി കാണുമല്ലോ. അതെ അച്ഛാ, 4 കോടി മുടക്കിയാണ് കാർത്തിക ഈ കമ്പനി എൻ്റെ പേരിലേക്ക് ആക്കിയത്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ നല്ലതുപോലെ തന്നെ നോക്കി നടത്തും. അച്ഛനറിയാലോ, സോണിയുടെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ആ കാര്യങ്ങളിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ പൊന്നു മോനെ, നീ ഈ കാര്യം പുറത്തുള്ള ആരുടെ അടുത്തും പറയണ്ട. നിന്റെ എക്സ്പീരിയൻസിൻ്റെ ഗുണമൊക്കെ എനിക്കറിയാം. നീയും ആ രാഹുലും കൂടി ചേർന്ന് കമ്പനിയിൽ നിന്ന് സിമെൻറ്റും കമ്പിയൊക്കെ അടിച്ചു മാറ്റി വിറ്റ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. എന്തായാലും നീ ആ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യരുത്. ഇത് നിന്റെ സ്വന്തം കമ്പനിയാണ്. 100% ആത്മാർത്ഥമായി തന്നെ നീ ഇവിടെ നിൽക്കണമെന്നൊക്കെ നമ്മുടെ വിക്രത്തിനെ ഉപദേശിക്കുകയാണ് പ്രകാശൻ. എന്തായാലും ഞാൻ സത്യസന്ധമായിട്ട് തന്നെ നിന്നോളാം അച്ഛാ. എൻ്റെ ആ പഴയ ഉടായ്പ പരിപാടികളൊക്കെ ഞാൻ ഇവിടം കൊണ്ടങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു കേസ് കെട്ടിലും ഈ വിക്രം ചെന്ന് വീഴില്ല. ഈ കമ്പനി നോക്കി നടത്തി നല്ല ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെയും കെട്ടിയിട്ട് സുഖസുന്ദരമായിട്ട് ജീവിക്കണം. എൻ്റെ മൂത്തമ്മയും അതുപോലെ തന്നെ എൻ്റെ അച്ഛനെയും ഒക്കെ നല്ല പൊന്നു പോലെ നോക്കണമെന്നൊക്കെ രാജകുമാരൻ ഇങ്ങനെ നിന്ന് പറയുക. അങ്ങോട്ടേക്ക് കാർത്തിക വന്നു. കാർത്തിക വന്നതും അച്ഛാ എങ്ങനെയുണ്ട് ഓഫീസൊക്കെ കണ്ടിട്ട് അച്ഛൻ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പം, എൻ്റെ മോളെ ഇതെന്താ ഈ കാണുന്നത്? അവൻ്റെ ആ ഒരു RS കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ, ആ കൺസ്ട്രക്ഷനൊക്കെ അങ്ങ് മാറി നിൽക്കും. ഇതെന്താ മോളെ, ഇത് സൂപ്പറായിട്ടുണ്ട്. ഇതുപോലെയുള്ളൊരു സ്ഥാപനം എൻ്റെ മകന് വേണ്ടിയിട്ട് മോള് ഇത്രയും കോടികളൊക്കെ മുടക്കി വാങ്ങിക്കൊടുത്തല്ലോ. വിക്രം, ഞാൻ പറഞ്ഞ കാര്യമൊന്നും വിക്രം മറക്കണ്ട. എല്ലാ കാര്യങ്ങളും വേണ്ടുന്ന രീതിയിൽ എൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ വിക്രം ചെയ്യണം. വിക്രം ഉയരങ്ങളിൽ എത്തണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു. കാർത്തികയാണെങ്കിലോ നീ സന്തോഷിച്ചോ, വാനോളം നിന്നെ ഞാനങ്ങ് പുകഴ്ത്തും, അതിനുശേഷം നിന്നെ വലിച്ച് ഞാൻ താഴെ ഇടുമെന്നുള്ള രീതിയിലൊക്കെ കാർത്തിക ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ ബഗാസുരനും അതുപോലെ തന്നെ ആ വന്ന ഒരു ലേഡി ഉണ്ടല്ലോ, പുള്ളിക്കാരിയും തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മനു നിന്ന് ഒളിഞ്ഞു കേൾക്കുകയാണ്. അപ്പം മനുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. കിരൺ സാറിനെയും കല്യാണിയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പുതിയൊരു മോഹിനി ഇറക്കിയിരിക്കുകയാണ് ബഗാസുരൻ എന്നുള്ള കാര്യം. അപ്പം എന്തായാലും കിരണിനെ സരയുമായിട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിപാടികളൊക്കെയാണ് ഇയാളുടെ മനസ്സിലുള്ളതെന്നും നമ്മുടെ മനുവിന് മനസ്സിലായി. അപ്പം എന്തായാലും ഇനി ആ രീതിയിലൊക്കെ മനുവിൻ്റെ രീതിയിൽ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമെന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് ആ ഒരു പ്രൊമോ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.